ടോപ്പ് ഹെഡ്ലൈൻസ്. അപ്പോൾ നമുക്ക് ഒന്നായി നിന്നുകൊണ്ട് ഇതിനെ നേരിടാം എന്നതാണ് പറയാൻ. ലഹരിയെ ഒറ്റക്കെട്ടായി നേരിടാമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. എല്ലായിടത്തും മത്സരമെന്നും പുതുതലമുറ അസ്വസ്ഥരാണെന്നും പിണറായി വിജയൻ. ലഹരിയെ നേരിടാൻ സർക്കാരിന് കർമ്മപദ്ധതിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ തന്നെ പറഞ്ഞു. ഏത് തരത്തിലുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഗവൺമെന്റ് ആരംഭിച്ചാൽ ഞങ്ങൾ അതിന്റെ കൂടെ ഉണ്ടെന്നാ പറഞ്ഞത്. ചർച്ചയ്ക്കിടയിൽ രമേശ് ചെന്നിത്തലയുടെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ വിളിയിൽ ക്ഷുഭിതനായി മുഖ്യമന്ത്രി. യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയണം. ഇന്ന് നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. ഇടക്കിടക്ക് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ചോദ്യം ചോദിച്ചാൽ മാത്രം പോരാ. നാടിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാനാവണം. വിഷയം പറയാണ്. ഒരു ചെക്കനെ കൊന്നവനെ പരീക്ഷ എഴുതിക്കാൻ കാവലിക്ക ഉളുപ്പ് വേണ ഉളുപ്പ്. താമരശ്ശേരി ഷഹബാസ് കൊലക്കേസ് പ്രതികളെ SSLC പരീക്ഷ എഴുതിക്കുന്നതിൽ വ്യാപക പ്രതിഷേധം. KSU MSF പ്രതിഷേധത്തിൽ സംഘർഷത്തിൽ കേരള വിഷൻ ന്യൂസ് സീനിയർ ക്യാമറാമാൻ സജി തറയിലിന് MSF പ്രവർത്തകന്റെ മർദ്ദനം. പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ പരീക്ഷാ കേന്ദ്രം മാറ്റി. വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിനകത്ത് പ്രതികൾ പരീക്ഷ എഴുതി. സമരം ശക്തമാക്കി ആശാവർക്കർമാർ. നിയമസഭയിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. ആശാവർക്കർമാരെ തൊഴിൽ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്ന് ആരോഗ്യമന്ത്രി. നൽകേണ്ട 100 കോടിയിൽ 1 രൂപ പോലും നൽകിയില്ലെന്നും വീണ ജോർജ്. മുണ്ടക്കൈ ചുരൽമല പുനരധിവാസ പദ്ധതി മാർച്ച് 31-നകം പൂർത്തിയാക്കുക അസാധ്യമെന്ന് ഹൈക്കോടതി. സമയപരിധിയിൽ ഇളവ് നൽകുന്നതിൽ കേന്ദ്രം മറുപടി നൽകണം. മാർച്ച് 17-നകം വിഷയത്തിൽ വ്യക്തത വരുത്തണമെന്നും കേന്ദ്രത്തിന് നിർദ്ദേശം. പാലക്കാട് ഭാര്യയെ കൊന്ന ഭർത്താവ് സ്വയം വെടിയുതിർത്തു മരിച്ചത് വണ്ടാഴി സ്വദേശി കൃഷ്ണകുമാറും ഭാര്യ സംഗീതയും. സംഗീതയുടെ മൃതദേഹം കണ്ടെത്തിയത് കോയമ്പത്തൂരിലെ വീട്ടിൽ. പത്തനംതിട്ട കലഞ്ഞൂർ പാടത്ത് യുവാവ് ഭാര്യയെയും സുഹൃത്തിനെയും വെട്ടിക്കൊന്നു. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണമില്ല. CBI അന്വേഷണം വേണമെന്ന അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളി. അന്വേഷണം വേണ്ടെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ശരിവെച്ചു. തള്ളിയത് നവീൻ ബാബുവിന്റെ ഭാര്യ നൽകിയ അപ്പീൽ. തുടർ നടപടി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് കുടുംബം. SSLC +2 പരീക്ഷകൾക്ക് തുടക്കം. SSLC റെഗുലർ പരീക്ഷ എഴുതുന്നത് 4,26,000 കുട്ടികൾ. +2 പരീക്ഷ എഴുതുന്നത് 4 ലക്ഷം വിദ്യാർത്ഥികൾ. പരീക്ഷകൾ അവസാനിക്കുക മാർച്ച് 26. Anora. Nominated for 6 Academy Awards. 97ാമത് ഓസ്കറിൽ മികച്ച നടനായി ദ ബ്രൂട്ടലിസ്റ്റ് നായകൻ എഡ്രിയൻ ബ്രോഡി. പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി അമേരിക്കൻ ചിത്രം അനോറ. മികച്ച ചിത്രം, സംവിധായകൻ, നടി ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ സ്വന്തമാക്കി. ബ്രസീലിയൻ ചിത്രം ഐ എം സ്റ്റിൽ ഹിയർ മികച്ച വിദേശ ചിത്രം. യുദ്ധത്തിനെതിരെ ഇസ്രായേൽ പലസ്തീൻ ആക്ടിവിസ്റ്റുകൾ ഒരുമിച്ചൊരുക്കിയ നോ അതർ ലാൻഡ് മികച്ച ഡോക്യുമെന്ററി. ഓസ്കറിലെ ഇന്ത്യൻ പ്രതീക്ഷയായിരുന്ന അനുജയ്ക്ക് പുരസ്കാരമില്ല. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇനി സെമി അംഗം. ഇന്ത്യ നാളെ ഓസ്ട്രേലിയയെ നേരിടും. ന്യൂസിലൻഡിന്റെ എതിരാളികൾ ദക്ഷിണാഫ്രിക്ക. ഫൈനൽ മത്സരം ഞായറാഴ്ച.